അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിട പറയാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ നാം ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ നാളുകൾ അത്രയും നാം ചെയ്തു കൂട്ടിയ ഇബാദത്തുകളെല്ലാം, ഖുർആൻ പാരായണങ്ങൾ, ദാനധർമ്മങ്ങൾ, മറ്റ് സകല സൽക്കർമ്മങ്ങളും എത്രമാത്രം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം ഒരു തവണ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാനും തഖ്വയും നിലനിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാം നിരവധി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അതിന് സാരം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഹൃദയവിശാലതയും ഈമാനിൻ്റെ മാധുര്യവും സന്മാർഗത്തിൻ്റെ പ്രകാശവും പരത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരവധി തൗബകൾ നടത്തേണ്ടതുണ്ട്. നിരന്തരം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തൗബകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാന നാളുകളിൽ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് സഹൽ. മുഹമ്മദ് സഹൽ. സഹൽ എവിടെ വിളിക്കുന്നു? MLA റോഡ് വിളിക്കുന്നു അല്ലേ? സഹൽ. ഓക്കെ സഹൽ. സഹൽ എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്തിൽ അല്ലേ? എവിടെയാണ്? പൊന്നാനി. ഏത് സ്കൂളിലാ? IS പഠിക്കുന്നുണ്ട് അല്ലേ സഹൽ? ഓക്കെ സഹലെ, എങ്ങനെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാഹ് സുഖായിരിക്കുന്നു അല്ലേ? നോമ്പ് എടുത്തിരുന്നാ? എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ നോമ്പ് എടുത്തോ? എല്ലാ നോമ്പ് എടുത്തിട്ടുണ്ട് അല്ലേ? ഉഷാറാണല്ലോ. എന്തായാലും വേണ്ട, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ സഹൽ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലേ? ഓക്കെ സഹലെ, എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യമായി വിളിക്കുന്നതുകൊണ്ട് തന്നെ ചോദ്യ രീതി പറയാം. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷേ 3 ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ സഹലെ, ക്ലിയർ അല്ലേ? ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയട്ടെ? വിശ്വാസം വീണ്ടെടുക്കുക, ആരോഗ്യം നന്നാക്കുക, കരിച്ചു കളയുക. വിശ്വാസം വീണ്ടെടുക്കുക, ആരോഗ്യം നന്നാക്കുക, കരിച്ചു കളയുക. ഇതിൽ ഏതാണ് റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം? വിശ്വാസം വീണ്ടെടുക്കുക. വിശ്വാസം വീണ്ടെടുക്കുക, അങ്ങനെയാണോ? ആണോ? ഉറപ്പിച്ചു അല്ലേ? ഓക്കെ സഹലെ, വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ള ഉത്തരം തെറ്റായിരുന്നു. കരിച്ചു കളയുക എന്നതാണ് കറക്റ്റായ ആൻസർ. ഓക്കെ സഹലെ, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് റയാൻ. റയാൻ എവിടെ നിന്ന് വിളിക്കുന്നു? റയാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുന്നു അല്ലേ റയാൻ? ഓക്കെ റയാനെ, എങ്ങനെയാണ് നോമ്പൊക്കെ? എത്ര നോമ്പെടുത്തിരുന്നു? 6 നോമ്പെടുത്തു അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6 നോമ്പ് എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. ബസ് സ്റ്റാൻഡിലാണോ വീട്? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു റയാൻ? വിളിച്ചിട്ടുണ്ട് അല്ലേ? സമ്മാനം കിട്ടിയോ? ഇല്ല. ശരി, അപ്പൊ എന്താ ഇപ്രാവശ്യം സമ്മാനം വാങ്ങിക്കണം അല്ലേ? വാങ്ങിക്കുമല്ലോ?
ആ. ഓക്കെ, എന്തായാലും 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചോദ്യം ചോദിക്കുമോ? എങ്ങനെ? എളുപ്പമുള്ള ചോദ്യം ചോദിക്കുമോ? എളുപ്പമുള്ള ചോദ്യം വേണം അല്ലേ? ആ. ആയിക്കോട്ടെ, എളുപ്പമുള്ള ചോദ്യം ഞാൻ ചോദിക്കാം കേട്ടാ. ഓക്കെ, ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം. ആ, ഓക്കെ, ചോദിച്ചോ. ഒന്നാമത്തെ ചോദ്യം, ആയത്തുകളുടെ നേതാവ് അഥവാ സയ്യിഉൽ-ആയ എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ഓപ്ഷൻസ്: ആയത്തുൽ കുർസി, ആയത്തുൽ ദൈൻ, ആയത്തുൽ അഹ്കാം. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ആരാള്ള കൂടെ സഹായിക്കാന്? ഇക്കാക്ക. കാക്കുണ്ട് അല്ലേ? കാക്ക എന്ത് ചെയ്യണ? പഠിക്കണോ? ആ, പഠിക്കാം. ആറില്. ഏത് ക്ലാസ്സിലാ? 6ല്. 6ാം ക്ലാസ്സിലല്ലേ? ഏത് സ്കൂളിലാ? ബോയ്സ്, MA ബോയ്സ്. MI ബോയ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ മോനെ, എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആദ്യമായി അവതരിച്ച വചനങ്ങളുണ്ട്, അത് ഏത് സൂറത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ. ഓപ്ഷൻസ്: സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ അലക്ക്. ആദ്യമായി അവതരിച്ച സൂറത്തല്ല, വാചകങ്ങള്. ഹിറാ ഗുഹയിലുള്ള സംഭവം ഓർമ്മ ഉണ്ടോ നമുക്ക്? ഹിറാ ഗുഹയിൽ ജിബ്രീൽ വന്ന് പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ വന്നിട്ട് വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇറങ്ങിയ ആയത്തുകളുണ്ട്, അത് ഏത് സൂറത്തിലാണെന്നാണ് ചോദ്യം. സൂറത്തുൽ അലക്ക്. സൂറത്തുൽ അലക്ക് കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷാഹിന. ഷാഹിന. ഷാഹിന എവിടെ നിന്ന് വിളിക്കുന്നു? വെളിയങ്കോട്. വെളിയങ്കോട് അല്ലെ? ഷാഹിന ഹൗസ് വൈഫാന്ന് തോന്നുന്നുണ്ടല്ലേ ഷാഹിന? അതെ. ആ, എങ്ങനെ പോകുന്നു നോമ്പുകളൊക്കെ? റമദാൻ കഴിയാറായല്ലോ അല്ലെ? ആ. ഇനി സംതൃപ്തമാണോ ഇത്രയും നാൾ നോമ്പ് കഴിഞ്ഞതില്ലേ? 24 നോമ്പ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ 24 നോമ്പായപ്പോഴേക്കും എങ്ങനെ തോന്നുന്നു? റമദാൻ വേഗം പോയ പോലെ തോന്നുന്നു. റമദാൻ വേഗം പോയിന്നൊന്നുമില്ല, റമദാൻ അതിന്റെ സമയത്ത് തന്നെ പോവുള്ളൂ, നമുക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല, റമദാൻ എത്രമാത്രം ഉപയോഗപ്പെട്ടിട്ടുണ്ട്? മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് മാക്സിമം അല്ലെ? നഷ്ടബോധമൊന്നുമില്ല? കുറച്ചുകൂടി നന്നാക്കി ചെയ്യാമായിരുന്നു ഉണ്ടാ? പക്ഷെ കൊറേ ഒന്നും ടൈം കിട്ടില്ല. നമുക്ക് ഒതാനാണ് നമസ്കരിക്കാൻ ടൈം കിട്ടില്ല. ചെറിയ കുട്ടിയുള്ള അപ്പൊ അതൊക്കെ ആയിട്ട് കുറെ പ്രയാസങ്ങൾ മനസ്സിലാവും. അതെ അതെ, എല്ലാം കൊണ്ട് ഒത്തുപോകാത്തൊരു പ്രയാസം അല്ലേ? ഓക്കെ, ഷാഹിന മുൻപ് വിളിച്ചിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? വിളിച്ചിരുന്നു. സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല. അപ്പൊ എന്തായാലും സമ്മാനം ഇത്തവണ വാങ്ങിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. എന്തായാലും നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സൂറത്ത് ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട്? സൂറത്തുൽ ഫാത്തിഹയില് എങ്ങനെ? 7 ആയത്ത്. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. കുറച്ച് വല്ലാണ്ട് സിമ്പിളായി പോയി തോന്നുന്നു അല്ലേ? വല്ലാണ്ട് സിമ്പിളായി പോയോ? കുഴപ്പമില്ല. എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം, ഹിജ്റക്ക് മുൻപ് അവതരിച്ച സൂറകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരുണ്ട്. മക്കി സൂറകൾ അല്ലെ? മക്കി സൂറ, മദനി സൂറ, ഏതാണ്? മക്കി സൂറകൾ. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഷാഹിര രണ്ടിനും കറക്റ്റായ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ ചോദ്യത്തിനും കൂടി ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? ഒരു സൂറത്ത് അവതരിക്കുന്ന സമയത്ത് ഇബ്ലീസ് അട്ടഹസിച്ചിരുന്നു. അത് ഏത് സൂറത്ത് ഇറങ്ങുന്ന സമയത്തായിരുന്നു? ക്ലൂ
ഒരുവിധം എല്ലാവർക്കും ബൈഹാർട്ട് അറിയുന്ന സൂറത്താണ്. ഏതാണ്? ഹലോ, ഓക്കെ, ഷൈനയുടെ കോള് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റയാൻ സി കെ. നേരത്തെ വിളിച്ചിരുന്നോ? റയാൻ, ഫോൺ ഡിസ്കണക്ട് ആയി പോയി അല്ലേ? കുഴപ്പമില്ല. എത്ര ചോദ്യം പറഞ്ഞു നേരത്തെ? കട്ടായി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. റയാൻ, ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് പോവാം. എങ്ങനെ? എളുപ്പമുള്ള ചോദ്യം തന്നെ തരണേ കേട്ടാ. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു കുഞ്ഞ് ജനിച്ചാല് അതിന്റെ പിറവിമുടി കളയുന്നതോടനുബന്ധിച്ച് നടത്തുന്ന മൃഗബലിക്ക് പറയുന്ന പേര്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, ഹലോ റയാൻ, ചോദ്യം ശ്രദ്ധിക്കണം കേട്ടാ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിന്റെ പിറവിമുടി കളയുമല്ലോ നമ്മള്. ഒരു കുട്ടി ജനിച്ചാല് അതിനോടനുബന്ധിച്ച് നടത്തുന്ന മൃഗബലിക്ക് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഉളുഹിയ്യത്ത്, അഖീഖത്ത്, തഹ്സിയത്ത്. ഉളുഹിയ്യത്താണോ? വളരെ സിമ്പിൾ ചോദ്യമാണല്ലോ. നമ്മളെ വീടുകളിലൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. ഒരു കുഞ്ഞുവാവ ജനിച്ചാല് അതിന്റെ മുടി കളയുന്ന സമയത്ത് ഒരു മൃഗത്തെ നമ്മൾ ബലി നൽകും. അതിന് പറയുന്ന പേര് ഉളുഹിയ്യത്ത്. ഉറപ്പിച്ചോ? ഉളുഹിയ്യത്ത്, അഖീഖത്ത്, തഹ്സിയത്ത്. ഹദീഖത്ത്. ഹഖീഖയാണോ? ഉളുഹിയ്യത്ത്, ഹഖീഖത്ത്, തഹ്സിയത്ത്. ഹഖീഖത്ത് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ മോനെ, കറക്റ്റ് ആൻസർ ആയിരുന്നു കേട്ടോ. അഖീഖ എന്നാണ് അതിന് പറയാ കേട്ടോ, മൃഗബലിക്ക് പറയാ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പറയട്ടെ? ഓക്കെ, അടിമയല്ലാത്ത സ്വഹാബി ആരായിരുന്നു? താഴെ പറയുന്നവര് അടിമയല്ലാത്ത ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് പറയണം. മിസ്അബ് ഇബ്നു ഉമൈർ, അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ഇബ്നു ഉമൈർ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഒക്കെ അറിയാന് അടിപൊളിയായിട്ട് ആൻസർ പറയുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് വേഗം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പോവല്ലേ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചോദ്യം ആമുൽ ഹുസ്ൻ. ഹലോ, നിരന്തര കോള് വരുന്നത് കൊണ്ടായിരിക്കാം ആ കോൾ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ അടുത്തതായി ഒരു ഇടവേളയാണ്. ഇൻഷാ അല്ലാഹ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. The sun shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer, I feel my heart starts flutter as the days pass by. I feel my life lighter. Benco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. which I have never known.
and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388333666. an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com, your reliable travel partner. ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ സിദ്ര. ഫാത്തിമത്ത് സിദ്ര. ആ. ഓക്കെ സിദ്ര മോളെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3. 3-ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? ISS. ISS ലാണ് പഠിക്കുന്നത് അല്ലേ, 3-ാം ക്ലാസ്സില്. ഓക്കെ സിദ്ര മോളെ നോമ്പെടുത്തിരുന്നോ? ആ. എത്ര നോമ്പെടുത്തു? 5. ആഹാ, 5 നോമ്പെടുത്തു അല്ലേ. നല്ല കുട്ടിയാണല്ലോ. നോമ്പെടുക്കുമ്പോ ക്ഷീണം തോന്നാറുണ്ടോ? ചെലപ്പോ. വെള്ളം കുടിക്കാനൊക്കെ തോന്നുവോ? അങ്ങനെ തോന്നാറില്ല. അങ്ങനെ തോന്നാറില്ല. തോന്നുമ്പോ എന്താ ചെയ്യാ? തോന്നൂല. നമുക്ക് ആരും കാണാതെ വെള്ളം കുടിച്ചൂടെ? ഉമ്മച്ചൊന്നും കാണാതെ ഉപ്പച്ചൊന്നും കാണാതെ വെള്ളം കുടിക്കാലോ. അങ്ങനെ കുടിച്ചൂടെ? അത് തെറ്റാണല്ലേ? ആ, അത് ശരിയാണ്. അത് തെറ്റാണല്ലേ? ആര് കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ടാവും? നമ്മൾ വെള്ളം കുടിക്കണതേ ആരും കാണാതെ വെള്ളം കുടിച്ചാല് വീട്ടിലത്തെ ആരും കണ്ടില്ലെങ്കിൽ വേറെ ഒരാൾ കാണും. ആരാണ്? ആ, അള്ളാഹു കാണും അല്ലേ? ആ, അതൊക്കെ അറിയാം. നല്ല കുട്ടിയാണ് സിദറു ട്ടാ. മോളെ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് വിളിക്കുന്നേ? ആയിക്കോട്ടെ. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുന്ന ആരാള്ള കൂടെ സഹായിക്കാന്? മാമി ഉണ്ട് അല്ലേ? ഓക്കെ മോളെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. 3 ചോദ്യം ഉണ്ടാവും ട്ടോ. 3 ചോദ്യത്തിനും ആലോചിച്ച് കറക്റ്റ് ആൻസർ പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ദുൽഹിജ്ജ 9 അനുഷ്ഠിക്കുന്ന നോമ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ചോദ്യം മനസ്സിലായോ? ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ദുൽഹിജ്ജ 9 അനുഷ്ഠിക്കുന്ന നോമ്പിന് പറയുന്ന പേര്. ഓപ്ഷൻസ് പറയട്ടെ. മുഹറത്തിലെ നോമ്പ്, അറഫ നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്. അറഫ നോമ്പ് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി സിദ്ര. ഒന്നാമത്തെ ആൻസർ തന്നെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം,
സൂര്യൻ ഉദിച്ചുയർന്ന് ഉച്ചയാകുന്നതിന് മുമ്പ് പൂർവാഹന സമയത്ത് നിർവഹിക്കുന്ന ഒരു സുന്നത്ത് നമസ്കാരം ഉണ്ട്. ഒന്നുകൂടി പറയോ? സൂര്യൻ ഏകദേശം ഉദിച്ചുയർന്ന് പൂർവാഹന സമയത്ത്, അതായത് ഉച്ചയോട് അടുക്കുന്നതിന് മുമ്പ് പൂർവാഹന സമയത്ത് അനുഷ്ഠിക്കുന്ന. ഓക്കെ, സിദ്രയുടെ കോൾ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറും നാട്ടിലേക്ക് ഇതിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ. മെഹജ ഫാത്തിമ. റജ. ഓക്കെ, റജ ഫാത്തിമ. റജ മോളെ എവിടുന്ന് വിളിക്കുന്നേ? പെരുമ്പിലാവിൽ നിന്ന് അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? എവിടെയാണ്? എവിടെ? ആൽത്തറ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, 3 ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. 3 ചോദ്യം ഉണ്ടാവുക, 3നും ശരിയായ ഉത്തരം പറയണം കേട്ടോ. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയാം. ഓക്കെ, കൂടെ ആരെ സഹായിക്കാനുള്ള? താത്ത ഉണ്ട് അല്ലേ? ഓക്കെ മോളെ, ഒന്നാമത്തെ ചോദ്യം തരട്ടെ? ഒന്നാമത്തെ ചോദ്യം തരട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഈസുള്ള ചോദ്യം വേണം അല്ലേ? ആയിക്കോട്ടെ, ഈസുള്ള ചോദ്യം തന്നെ തരാം കേട്ടോ. ഓക്കെ, വിശുദ്ധ ഖുർആനിൽ എത്ര ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ സിമ്പിൾ ചോദ്യം. വിശുദ്ധ ഖുർആനിൽ എത്ര ബിസ്മി ഉണ്ട് എന്ന്. ഓപ്ഷൻസ് 113, 114, 115. 114 അല്ലേ? 114 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. അതെങ്ങനെ മോളെ 114 വന്ന? ഒരു സൂറത്തിന് ബിസ്മി ഇല്ല, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ 114 വരെ? 13 വരിക? അതറിയോ? ഹലോ, അറിയോ എന്തുകൊണ്ടാണ് 114 ആയത്? ഒരു സൂറത്തില് ബിസ്മി ഇല്ല, അപ്പൊ 113 അല്ലേ വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് 114 തന്നെ വന്നു? അറിയോ? താത്ത പറഞ്ഞതാണല്ലേ? എന്തുകൊണ്ടറിയോ? വേറൊരു സൂറത്തിൽ 2 ബിസ്മി ഉണ്ട് കേട്ടോ. ഒരു സൂറത്തിൽ ബിസ്മി ഇല്ല, പക്ഷെ വേറൊരു സൂറത്തിൽ 2 ബിസ്മി ഉണ്ട്. അതുകൊണ്ടാണ് 114 തന്നെ വന്നത്. ഓക്കെ മോളെ, കുഴപ്പമില്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസ്ഇലാണ്? ഏത് ജുസ്ഇലാണ് ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത്? ഓക്കെ, ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേര് പറയൂ. ആരാണ്? ഭവാനി. ഓക്കെ, ഭവാനി. എവിടുന്ന് വിളിക്കുന്നു ഭവാനി? തൈക്കാട് വിളിക്കാന്നല്ലേ ഭവാനി? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഭവാനി? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടില്ല. എളുപ്പ ചോദ്യം തരണേ. എങ്ങനെ? വയസ്സായ ആളാണ് ഇതിന് എളുപ്പമുള്ള ചോദ്യം തരണേ. വയസ്സായ ആളാണ് എളുപ്പമുള്ള ചോദ്യം തരണം അല്ലേ? ഭവാനി അമ്മയാണ് അല്ലേ? അതെ. ഓക്കെ. എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ തോന്നാൻ കാരണം? ഇങ്ങനെ മത്സരിക്കാറുണ്ടോ അങ്ങനത്തെ ചോദ്യത്തിലൊക്കെ? വീഡിയോ കണ്ടു ഞാൻ ഇതിലേ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി ഒന്ന് വിളിച്ചാൽ കൊള്ളാന്ന് തോന്നി. അപ്പൊ അങ്ങനെ വിളിച്ചതാ. അങ്ങനെ വിളിച്ചതാണല്ലേ? ഓക്കെ. തൈക്കാടാണ് വീട് അല്ലേ? തൈക്കാടാണ് വീട്.
അതെ അതെ തൈക്കാടാണ് ഓക്കെ 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 നമുക്കിതിലെ 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ 3 ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ആയിക്കോട്ടെ, സിമ്പിൾ തരാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ശരി. ഓക്കെ, ആദ്യത്തെ ചോദ്യം ആദ്യമായി ഇറങ്ങിയ വേദഗ്രന്ഥം ഏത് എന്നുള്ളതാണ്. ആദ്യമായി ഇറങ്ങിയ വേദഗ്രന്ഥം 3 എണ്ണം ഞാൻ പറയാം, അതിൽ 1 എണ്ണം പറയണം. ഓക്കെ, ഒന്ന് തൗറാത്ത്, സബൂർ, ഇഞ്ചീല്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ. തൗറാത്ത് കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഭവാനി അമ്മ, കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ ആൻസർ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഖുർആന്റെ ഭാഷ അറബിയാണ്. ഓക്കെ, അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഖുർആന്റെ ഭാഷ അറബിയാണ്, അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 28, 26, 27. 28, 26, 27. 28 കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി, നന്നായിട്ട് പറയുന്നുണ്ട് ആൻസർ. കൂടെ ആരുണ്ടോ സഹായിക്കാന്? കൂടെ ആരും സഹായിക്കാനുണ്ടോ? മകളുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇനി അവസാനത്തെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. വളരെ രസകരമായിട്ട് മത്സരിക്കുകയായിരുന്നു ഭവാനി അമ്മ. അവരുടെ കോൾ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത കോൾ വരുന്നുണ്ട്, അതിലേക്ക് നോക്കാം. കാരണം നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഐഷ, റിയ, ലിയ. ഓക്കെ ഓക്കെ. ഐഷ, ലിയ എവിടെ വിളിക്കുന്നു? മാറഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുന്നു അല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടില്ല. എന്തായാലും 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ 3 ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമ്മാനം ലഭിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യമായി അവതരിച്ച വചനങ്ങള് അഥവാ ആയത്തുകൾ ഏത് സൂറത്തിലുള്ളതാണ്? ഓപ്ഷൻസ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ അലക്ക്. സൂറത്തുൽ അലക്ക് കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്നത് ആര്? പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഷുഐബ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഹലോ, ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം തെറ്റായ ആൻസർ ആയിരുന്നല്ലോ. ഷുഐബ് നബി ആയിരുന്നു കറക്റ്റായ ആൻസർ കേട്ടോ. കുഴപ്പമില്ല ലിയ, ഇൻഷാല്ലാ വീണ്ടും വിളിക്കണം. നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു? കട്ടായി പോയി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇനി നാളെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഈ പുണ്യമാക്കപ്പെട്ട വിശുദ്ധ റമദാനിൻ്റെ അവസാന നാളുകളിൽ കൂടുതൽ തൗബ ചെയ്ത് കൂടുതൽ ഇസ്തിഗ്ഫാറുകൾ നടത്തി അള്ളാഹുവിലേക്ക് അടുക്കുവാനും സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാനും സർവായുനാഥനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹ്ർ റമദാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണും വരയ്ക്കും. മഅസ്സലാമ.